ഹായ് മഡ് വ്ളോഗേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര അഴീക്കൽ ബീച്ചിലേക്കാണ്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിലാണ് അഴീക്കൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. കായംകുളത്ത് നിന്ന് 12 കിലോമീറ്ററും കരുനാഗപ്പള്ളിയിൽ നിന്ന് 14 കിലോമീറ്ററും സഞ്ചരിച്ചാൽ നമുക്ക് ഈ ബീച്ചിൽ എത്തിച്ചേരാൻ പറ്റും. നമ്മളങ്ങനെ ബീച്ചിനടുത്തെത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് ബീച്ചിലേക്ക് നടക്കുവാണ് കേട്ടോ. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ബീച്ചാണ് കേട്ടോ. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ബീച്ചാണത്. ഞാനും വൈഫും മകനുമായിട്ടാണ് ബീച്ച് കാണാൻ വന്നത്. കടൽ കണ്ടപ്പോൾ മോന് ഭയങ്കര ആവേശം. കടലിൽ ചാടണം, വെള്ളത്തിൽ കളിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ആവേശം. പിന്നെ ഇട്ടുകൊണ്ടൊന്ന് ജീൻസൊക്കെ മടക്കി വെച്ച് പതുക്കെ കടലിലൊന്ന് ഇറക്കി കുറച്ച് നേരം കളിപ്പിച്ചു. അഴീക്കൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിൻ്റെ തീരത്താണ് കേട്ടോ. നമ്മളീ കാണുന്ന കടൽ അറബിക്കടലാണ്. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ അതിമനോഹരമായ ഒരു ബീച്ചാണ് ഇത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ അപകട സാധ്യത വളരെ കുറവാണ് ഇവിടെ. മുമ്പ് അപകടങ്ങളുണ്ടായതായിട്ടും മരണം നടന്നതായിട്ടൊന്നും ഇവിടെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എങ്കിലും ഇവിടെ കടലിലിറങ്ങി കുളിക്കുന്നതോ വെള്ളത്തിൽ ചാടുന്നതൊന്നും അങ്ങനെ ആരും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. എനിക്ക് തോന്നുന്ന ഫാമിലിയാണ് വരുന്നത് കൂടുതലിവിടെ. അപ്പോൾ അവർ എന്താ പറയുക, വൈകുന്നേരം അസ്തമയം കാണാനും കുറച്ച് നേരം കടൽ കാറ്റൊക്കെ കൊണ്ടിരിക്കാനും ഒക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ രസകരമായ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലൊക്കെയുള്ള കുതിരകളുണ്ട്, പിന്നെ ഒട്ടകമുണ്ട്. അങ്ങനെ കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല ബജ്ജിക്കടകൾ, ഐസ്ക്രീം പാർലറുകൾ, അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. ആക്ച്വലി ഇവിടെ കടലും കായലും കൂടെ ചേരുന്നൊരു ഭാഗമാണ് കേട്ടോ. ഈ ആഴി എന്ന് പറഞ്ഞാൽ കടലും കായലും കൂടെ ചേരുന്ന ഒരു ഏരിയയ്ക്കാണ് ആഴി എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ നിന്നാണ് അഴീക്കൽ എന്ന പേര് വന്നത് ഈ ബീച്ചിന്. കായലും കടലും ഒന്നാകുന്ന ഏരിയ ഉണ്ട്. നമുക്കതൊന്ന് കാണാൻ പോകാം. ഈ കാണുന്ന വാക്ക് വേ ശരിക്കും കടലിനെയും കായലിനെയും തമ്മിൽ വേർതിരിക്കാനായിട്ട് ബണ്ട് കെട്ടി തിരിച്ചേക്കുന്നതാണ് കേട്ടോ. ഇതിലൂടെ കുറേ ദൂരം നമുക്ക് നടക്കാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കടലും റൈറ്റ് സൈഡിൽ കായലുമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് കായലും കടലുമായിട്ട് ജോയിൻ്റ് ആവുന്ന ഭാഗം. കടലിൽ നിന്ന് കായലിലേക്ക് ഒരു ഫിഷിംഗ് ബോട്ട് വരുന്നുണ്ട്. കൂടെ 2 ചെറിയ ബോട്ടും കെട്ടിവെച്ചിട്ടാണ് ആശാൻ്റെ വരവ് കേട്ടോ. ബോട്ടിങ് താല്പര്യമുള്ളവർക്ക് ഇവിടെ സ്പീഡ് ബോട്ടുകൾ അവൈലബിൾ ആണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നോ, ദാ പോണൂരണം. പിന്നെ നമുക്കിവിടെ കാണേണ്ട മനോഹരമായ കാഴ്ചകളിലൊന്നാണ് ഈ കാണുന്ന പാലം, വലിയഴീക്കൽ പാലം. ഈ പാലത്തിൻ്റെ അക്കരെ സൈഡ് ആലപ്പുഴ ജില്ലയും നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ ഇക്കരെ, ഇത് കൊല്ലം ജില്ലയുമാണ്. ഏതാണ്ട് 1 കിലോമീറ്ററോളം നീളമുണ്ട് കേട്ടോ ഈ പാലത്തിൽ. അടിപൊളിയാണോ? ഇതുകൂടെ കണ്ടിട്ട് പോകാറുള്ളൂ ഇവിടെ വരുമ്പോൾ കേട്ടോ. നല്ല രസമാണ് ഈ പാലത്തേക്കുള്ള യാത്ര. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു റീൽസായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ തൽക്കാലം നിർത്തുന്നു. പുതിയൊരു ട്രാവൽ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.